Здравствуйте from Ruski. അപ്പം റുസ്കി പനിമായ നിയത്ത് പനിമായ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ റഷ്യൻ? നിയത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ല. നോ. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കീടിലം വീഡിയോ ആണ്. കണ്ടന്റ് ഇല്ലാതെങ്കിൽ നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു കണ്ടന്റ് ആണ്. എന്താണ് കിടക്ക്? നമ്മളിപ്പോ അൽഫാം ഉണ്ടാക്കാൻ പോണം. അത് വീഡിയോയിൽ കാണൂല. എങ്ങനല്ല കയ്യിലിട്ട് പിടിക്കണം. നീ ഡിഷ് വെച്ച് പിടിക്കണ്ട ഗൈസ്. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം കൈ ചിക്കൻ പീസ് എടുത്ത് കൈ ഗൈസ്. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആരും കാണാത്ത വെറൈറ്റി റഷ്യൻ അൽഫാമാണ്. കാരണം റഷ്യൻ വിത്ത് ഇന്ത്യൻ സ്റ്റൈൽ. റഷ്യന് സ്പൈസ് ഉപയോഗിക്കൂല, നമുക്ക് തിന്നാൻ പറ്റില്ല. ഇതൊന്നും ഇവിടെ പറയണ്ട, നമ്മൾ വെറുതെ പറയണേ. റഷ്യയിൽ അൽഫാം ഒന്നും ഇല്ലല്ലോ. റഷ്യയിലുണ്ട്, ഗ്രില്ലുണ്ട്, പക്ഷെ വായ വെക്കാൻ കൊള്ളൂല. ഒരു വാക്ക് കൊള്ളൂല, സത്യം പറയാലോ. നമുക്ക് എരിവ്, മുളക് പൊടി, മഞ്ഞപ്പൊടി അതൊന്നും ഇല്ലെങ്കിൽ ഒരു ഫുഡ് ആവൂല. അപ്പൊ നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴുകി വൃത്തിയാക്കണം. പഠിച്ചാണ് പരിപാടി. അതിൽ മൊത്തം ടിഷ്യൂ ആയി കഴുകിയാ പോകും. അപ്പം ഇന്നൊരു വെറൈറ്റി സെറ്റപ്പ് അൽഫാം. യെസ്, ഇന്ന് അടുക്കളയിലാണ്. ഞങ്ങളെ കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്കിപ്പോ ഒരു കുക്കിംഗ് പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇപ്പൊ ട്രെയിൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവർക്കും മനസ്സിലായിട്ട് അത് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാനാണ് നല്ല ഷെഫ് എന്നും ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാനാണ് ട്രെയിൻ ചെയ്യുന്നത്. മോനെ, ഞാനാണ് ഏറ്റവും നല്ല ഷെഫ്. എന്നാ ഒരു ദിവസം നമുക്ക് ഏടാ മോനെ നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം എന്താക്കാം, ഇത് കഴുകി മസാല തേക്കാം. യെസ്. അപ്പൊ ചിക്കൻ ആദ്യം വൃത്തിയാക്കണം. എന്നിട്ട് എന്താ കുറച്ച് വരയിടണം. വരയിട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മാരിനേഷൻ ചെയ്യാനുള്ള മസാല റെഡിയാക്കുക ഗൈസ്. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പോൾ മസാല തേക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആയിട്ടുണ്ട്. വെളുത്തുള്ളി, ഞാൻ പറയാം. നീ പറയാം. അതായത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഒക്കെ വെച്ചിട്ടുണ്ട്. കണക്കൊന്നും എന്നോട് ചോദിക്കരുത്, അങ്ങോട്ട് വാരിയിട തന്നെ. ഒരു ഏകദേശം വെച്ചിടാം. കുറച്ച് സവാള, ഇഞ്ചി, പിന്നെ അത് ചിക്കൻ, യോഗേർട്ട്, പിന്നെ ഇവിടെ നമ്മളുടെ ഓൾ സ്പൈസസ്. ഓക്കെ. അപ്പൊ പിന്നെ യോഗേർട്ട് പറഞ്ഞേ, ഇവിടെ പെപ്പർ പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മളുടെ സാധാരണ മസാല പൊടികളൊക്കെ ഇടാം. ഞാൻ ഇടുമ്പോ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇനി everything get into mixer. ഒന്നെങ്കിൽ ഇംഗ്ലീഷ്, റഷ്യയില് പറയും. കുറച്ച് റഷ്യൻ ലാംഗ്വേജ് ഒക്കെ. റഷ്യൻ ഒന്നും പറ്റില്ല. എല്ലാവർക്കും കുറച്ച് റഷ്യൻ ലാംഗ്വേജ് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേ. ഒലക്കെ ഒലക്ക എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതെന്തിനാന്നറിയോ? എന്തിനാ പറയും ഇതൊക്കെ? ഇഞ്ചിയൊക്കെ ഇതൊക്കെ അല്ല. അതായത് ഇപ്പൊ ഈ ചിക്കന് ഒരേ ലെവലല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും തല്ലി ലെവലാക്കും. ഇതെന്ത് പരിപാടിയാണോ ഗൈസ്? അതായത് ചിക്കൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കും, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ചിക്കൻ ഇങ്ങനെ തല്ലി ഇങ്ങനെ ഒരു ലെവലാണ്. ഉരുട്ടിയെടുക്കുക. പോലീസുകാർ ഉരുട്ടിയെടുക്കുന്നവർ എടുക്കുന്നുണ്ട്. അങ്ങനല്ല, നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനെ ചിക്കന് നമ്മള് ലെവലാക്കണ്ടേന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ ഒരേ ലെവലായില്ലേ? ഇത് ഞാൻ പണ്ട് ഷെഫായിരുന്നു. ഇല്ല, ഞാനിവിടെ ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ ഐശ്യം കൂടിയും ഓരോന്നുണ്ടാക്കും. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ ഒരു ബിരിയാണി ഉണ്ടാക്കി. ഒയ്യോ, ഒരു സംഭവം തന്നെയായിരുന്നു. പായസം കണക്കിരിക്കുന്നു ബിരിയാണി. ഇപ്പോഴുണ്ടാക്കി അങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ. ഓടുന്നു ഒരു ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിനോടൊക്കെ ഇതൊക്കെ നിന്നെ പേടിക്കണല്ലേ? രാത്രിയൊക്കെ ഓലൊക്കെ എടുത്ത് അടിക്കും. ഈ ചിക്കനെ കാണുമ്പോ ചില സമയത്ത് നമുക്ക് അനാട്ടം ഓർമ്മ വരും. ഇവിടെ അടുത്തൊക്കെ പേഷ്യന്റ് ആയിട്ട് പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോളി. അതല്ല, ഈ ഭാഗമൊക്കെ കാണുമ്പോ ഈ ഫസ്റ്റ് ഇയർ ഒക്കെ ഈ ചിക്കൻ തിന്നാ നല്ല പാടേനും. അതായത് ആ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഈ ഇറച്ചിന് ഇങ്ങനെ തൊടുമ്പോ ഒരുമാതിരി എന്നിട്ട് വാരി വലിച്ച് തിന്നും ചെയ്യൂലേ? ഇല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയാവും. അതായത് ഈ ഫോർമാലിന് നമ്മളുടെ ബോഡി എടുക്കുമല്ലോ, അതും ഈ കണക്കാ. ഈ ഒരു ടൈപ്പ് ഓഫ് മീറ്റ് ആണ്.
മനുഷ്യന്റെ ഇറച്ചിനെ കുറിച്ചല്ലേ പറയുന്നത്, വിശദീകരിക്കണേ. അയ്യോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ചിക്കൻ നമ്മളാണല്ലോ ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അന്നേരം നമുക്ക് ഇങ്ങനെ തൊടുമ്പോ നമുക്ക് അതിന്റെ ഒരു ഓർമ്മ വരും. മനസ്സിലായ? എല്ലാവർക്കും മനസ്സിലാക്കാൻ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കാമുകനാണ് കാമുകിനെ മറ്റേ ഇൻസിഡന്റ് വെട്ടി പീസാക്കിയത്. കാമുകി ഒരിക്കലും കാമുകനെ വെട്ടി പീസാക്കിയിട്ടില്ല. മറ്റേ പെണ്ണുണ്ടല്ലോ, 35 കഷ്ണാക്കിയ പെണ്ണില്ലേ? പെണ്ണല്ല സോറി, ഒരു ചെക്കന് ഒരു കാമുകിനെ 35 കഷ്ണാക്കിട്ട് ഫ്രിഡ്ജ് വെച്ചില്ലേ? ഇന്ത്യയില് നടന്ന സംഭവാ. ഒന്നും അറിയില്ല ഇന്ത്യ ജീവിച്ചിട്ട്. നമുക്കിനി എന്ത് ചെയ്യാം, വരവിടാന്നല്ല വരയിടാന്നാ പറയാ. നീ ഫിറോസ്കാക്ക് ഒരു വെല്ലുവിളിയാവും. ഫിറോസ്ക പുതിയ ഷെഫ് ഫ്രം റഷ്യ. അല്ല, ഒരു സൈഡ് മാത്രം വരട്ടാ മതിയോ? മതി മതി മതി. അതിന്റെ ഇറച്ചി ഇങ്ങോട്ട് താക്ക് വരുപ്പോ. 2 സൈഡ് ഇടണം. കൺഫ്യൂഷൻ ആകല്ലേ. കൺഫ്യൂഷൻ ആയി എനിക്ക് ടെൻഷൻ അടിച്ചാൽ എന്റെ ആ തലയിലുള്ള പോകും. ചിക്കൻ ഉണ്ടാക്കാൻ എന്തിനാ തലയിൽ എന്തെങ്കിലും? എനിക്കെല്ലാം ഇങ്ങനെ ഉണ്ടേ. വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലേ? നെയ്യൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. നെയ്യ് ഇടണോ? അതോ ഞാനത് വെച്ചതാ നെയ്യ്. അത് ടേസ്റ്റാ. അതൊക്കെ മെൽറ്റ് ആവും. ഗ്രില്ല് ചെയ്യല്ലേ? മതി 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 മതി. അതിനെ ഒന്നാമത് നീ അടിച്ച് കൊന്നതിനെ ഇത് ലെവലാക്കിയോ? അനാട്ടമി ഒരാളെ കാലിന്റെ ലെഗ് പോലെ ഉണ്ട് എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പൊ ഇത് നീ എന്താക്കി? എന്നിട്ട് ഇവിടുന്ന് കുറച്ച് സവാള ഇടാം. അതൊക്കെ ഇടട്ടെ. എല്ലാം ഇങ്ങനെ കാണിക്കണ്ടല്ലോ, കുറച്ച് കാണിച്ചോ? അത് ഇനി അത് ഒരു ഡൗട്ട് ഒന്നും ചോദിക്കണ്ട. കുറച്ച് വെളുത്തുള്ളി ഇടാം. ഇത് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വളരെ ആഗ്രഹിച്ചു കൊണ്ടുവന്ന എന്റെ ഒരു പൊന്നു മിക്സിയാ. കഴിഞ്ഞ പോലെ ഇതേപോലെ ആഗ്രഹിച്ചു കൊണ്ടുവന്നു. പക്ഷെ അത് എന്റെ ഹോസ്റ്റലിൽ നിന്ന് ആരോ കട്ടുണ്ടു പോയി. അതെന്ന് വെച്ചാല് ഹോസ്റ്റലിൽ നിന്ന് റിനോവേഷൻ വർക്ക് നടക്കാൻ. അന്നേരം എല്ലാ റൂമും അവര് തുറന്നിട്ട് അന്നേരം ആരോ വന്ന് എടുത്തിട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. എന്റെ ഹൃദയം തകർന്നിട്ടാ ഞാൻ 2 കൊല്ലത്തേക്ക് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു പുതിയ മിക്സി വാങ്ങി. ഞാൻ നാട്ടിൽ പോകുമ്പോ വന്നിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കണം. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് തിരിച്ചു പോകുമാക്കി മിക്സി കൊടുക്കും. ബാക്കി ഇനി മസാല ഉണ്ടാക്കിട്ട് കാണിക്കല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇതൊക്കെ ഇടുന്ന കാണിക്കാം. ഓഫ് ചെയ്യാം. ഇല്ല, എന്നാ വേഗം കാണിക്ക്. നീ ആണെങ്കിലോ വളരെ സ്ലോയും. അല്ല അല്ല, കുറച്ച് മതി മതി. എനിക്ക് ഇഷ്ടമല്ല ജീരകം. ജീരകം ഇഷ്ടല്ലേ? നിങ്ങക്ക് ഇഷ്ടമില്ല. ബിരിയാണിയിൽ ഇടുന്ന സാധനം. നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ടേ നിങ്ങക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഇടണ്ടാന്ന് അവരോട് പറയോ? ഓരുണ്ടാക്കി വെച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് കഴിച്ചിട്ട് പോലല്ലേ അല്ലേ? പിന്നെ എന്താ പറയുന്നത്? നിങ്ങക്ക് ഇഷ്ടമില്ല അത് ഇടണ്ട, എല്ലാം ഇടണം. ഇത് ഹോട്ടലല്ലോ. ഹോട്ടലായാലും ഹോട്ടലിൽ ഉണ്ടാക്കാൻ കാണുന്നില്ല. ഓരൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. ബാത്റൂമിൽ നിന്നൊക്കെ ചിക്കൻ കിട്ടുന്ന ഓരോ ഫേസ്ബുക്ക് അമ്മായിമാര് എല്ലാ തന്ത വൈബ് വരെ ഓരോന്ന് കണ്ടുവരും. എന്നിട്ട് അതാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്ന പറഞ്ഞ് നടക്കുക. നിങ്ങൾ അറിയില്ല, ഞാൻ മറ്റേ ഈ യൂട്യൂബിൽ നിന്ന് ഒരു ദിവസം കണ്ടതാ. ഒരു ഹോട്ടലിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് കുറച്ച് കുരുമുളക് പൊടി കുറച്ചേ എരിഞ്ഞിട്ട് തിന്നാൻ പറ്റൂലേ? മതി 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 മതി. ഹോട്ടലിന്റെ ബാത്റൂമിൽ നിന്ന് ചിക്കൻ പിടിച്ചെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മ ഇനി ഇത്രയുണ്ട്. നമുക്കിനി തൈര് ഒഴിക്കാം. തൈര് ഇപ്പോഴല്ല ഒഴിക്കല്, മസാല ആയതിനു ശേഷമാണ് ഒഴിക്കല്. ഇപ്പോൾ ഒഴിച്ചാലും നല്ല വെള്ളത്തിന് പകരം മസാല അടിക്കണമെങ്കിൽ ഒരു കുറച്ച് കൺസിസ്റ്റൻസി വേണ്ടേ? എന്തൊക്കെയോ പറയുന്നു. അപ്പൊ നമ്മൾ ഇത് മിക്സി അടിക്കട്ടെ കേട്ടോ. മുളക് പൊടി കാണുന്ന എന്തൊക്കെ പൊരയിലുണ്ടോ അതൊക്കെ എടുത്തിടും. അതിന് ഇന്നതാന്നൊന്നുമില്ല, അങ്ങോട്ട് എടുത്തിട്ട് തന്നെ. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ കാണിച്ചെടുക്കാം. നല്ല കാലാവസ്ഥയാണ്. പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. എന്റെ ജാക്കറ്റ് വന്നിട്ടുണ്ട് ഗൈസ്, എന്റെ പുതിയ ജാക്കറ്റ് എടുക്കാൻ പോണം. യെസ്, അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റും. കാണിക്കാല്ലേ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പം മസാല റെഡി ആയിരിക്കുകയാണ്. ഗ്രില്ല് ചെയ്യാനുള്ള മസാല. ഞാനേ
സിനിമാറ്റിക്കിൽ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ്. നമുക്ക് 16 Pro Max ആക്കണ്ടേ, ഇത് മാറ്റിയിട്ട് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പൊ എനിക്ക് 16 Pro Max എന്ത് മഞ്ഞപ്പൊടിയാണോ ഇതിട്ടത്? മഞ്ഞപ്പൊടി എന്താ നുള്ളു മഞ്ഞപ്പൊടി എന്ന് കേട്ടിട്ടില്ലേ? ഫുഡ് കഴിക്കും എന്താവോ എന്തോ. നമ്മളെ അയൽവാസികളെ വീടൊക്കെയാണ്. ഇന്നേ വരെ പുറത്തൊക്കെയുള്ള അയൽവാസികളെ കാണിക്കണമെങ്കിൽ സംഭവിട്ടത് കൂടി പോയി പിന്നെ ഞാൻ സംഭവിട്ട് നല്ല കൂടി പോയി. ആരെങ്കിലും ഇത്രയൊക്കെ മഞ്ഞപ്പൊടി ഇടും? ഒന്നും ചെയ്യാനില്ല. അതിന്റെ മേലെന്ന് വേണമെങ്കിൽ നൈസില് മഞ്ഞപ്പൊടി എടുക്കേ. അത് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടോ നല്ല ചോയ്ക്കേ. എടുത്തോ എടുത്തിട്ട് കൊണ്ടേ കളഞ്ഞാക്കെ. കളയാൻ തോന്നുന്നില്ല. ഇതോടെ വെക്കുന്നപ്പോ തൽക്കാലത്തേക്ക് ഈ സൈഡിലിട്ട് കുറച്ച് മല്ലിപ്പൊടി. ഇപ്പൊ ഷെഫ് മനസ്സിലായില്ലേ, വലിയ ഷെഫാണെന്ന്. അങ്ങനല്ല, ഒരു ഇങ്ങനെ ഷെഫുള്ളേ കമോൺ. ഇനി മിക്സി ഞാൻ സെറ്റാക്കാം. ഇതാണ് മിക്സി, ഞങ്ങളെ BPL മിക്സി. ഓക്കെ, ഇതിന്റെ ഇതോടെ പോയി. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് മസാല തേക്കാൻ വേണ്ടി പോവാണ്. ഞാനാണ് മസാല തേക്കണത്, അതിന് എക്സ്പേർട്ട് ഞാൻ തന്നെയാണ്. അപ്പോൾ 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് മതി, ഈ മൂടിയത്തെ മസാല മാത്രം മതി ഇത് തേക്കാൻ. മസാല എടുത്തൊക്കെ പറ്റില്ല, അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ചിക്കൻ കുറച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് എത്ര നേരം വെക്കണം? ഇങ്ങനെ മസാല വേപ്പിച്ചിട്ട് എത്ര നേരം വെക്കണം? ഇതാ ഇതൊരു 30 മിനിറ്റോ. 30 മിനിറ്റ് മസാല വെച്ച് വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ജാക്കറ്റ് ഒക്കെ പോയോ? ജാക്കറ്റ് വാങ്ങിട്ട് വരാം അല്ലേ. ഇത് മര്യാദക്ക് അരിഞ്ഞിട്ടില്ല. അല്ല അരിഞ്ഞിട്ടില്ല എന്നല്ലേ പറയാ, ഗ്രൈൻഡ് ആയിട്ടില്ല. ഇംഗ്ലീഷിൽ ഗ്രൈൻഡ് ആയിട്ടില്ല, മലയാളത്തിൽ പറയും. അതിനെന്താ പറയാ മലയാളത്തില്? ഇത് അരിഞ്ഞിട്ടില്ല. അരിഞ്ഞിന്നല്ലല്ലോ, അരഞ്ഞിട്ടില്ല. ഒരു പീസ് റെഡി. അടുത്ത പീസ് നല്ല മസാല ഒക്കെ തേച്ച് എല്ലാ 2 പീസ് മതി. കൊതിയാവൂല പിന്നെ. അങ്ങനെ കഴിക്കണ്ട്, വയറ് വെച്ച് കഴിക്കാൻ പാടില്ല. ഇല്ല, അത് ഉണ്ടാക്കാൻ പഠിച്ചിട്ടല്ല. ഒരു ചിക്കന് 2 കാലുള്ളൂ, 10 കാലില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ മസാല തേച്ച് ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇതിങ്ങനെ കിടക്കട്ടെ അല്ലേ. ഫ്രിഡ്ജിൽ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്ക. ഇതിൽ വെച്ചോ, ഇത് കുഞ്ഞു പാത്രം ഇതിൽ വെച്ചോ. ഇതിലാക്കിയിട്ട് നമ്മൾ ആശാനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ അത് എടുക്കുമ്പോൾ കാണാം. ട്രേ ഇല്ലാത്തോണ്ട് ഇതിൽ നമ്മൾ വെക്കാൻ വേണ്ടി പോവാണ്. 2 പീസേ ഉള്ളൂ. വെച്ചോ വെച്ചോ വെച്ചോ. ഓക്കെ സെറ്റ്. ഇത് പിടിച്ചോ, ഞാൻ അതിൽ വെക്കട്ടെ. അപ്പോൾ ചിക്കൻ വെച്ചു ഗ്രില്ലിൽ. ഓണക്കട്ടെ. അതെ 200 വേണ്ട. 150 വരെ. 150 180 കേട്ടോ. 180 നീ ടൈമർ സെറ്റ്. ടൈമർ സെറ്റ് ഓണായി വരും. ഒരു 2 സെക്കൻഡ് കൊടുക്കണം. ഓണാവില്ലേ? അല്ല, ഇത് വർക്ക് ചെയ്യാൻ വന്നില്ല, നമ്മൾ നോക്കിയില്ലല്ലോ. ഹലോ, അങ്ങനല്ല, ഇത് തിരിച്ചില്ലേ, അടിച്ചു പോയി ഗെയ്സ്. അങ്ങനല്ല, ഇത് ലൈറ്റ്, ഇവിടെ 0, ഇത് ഓഫ്. ഇത് എന്തോ ഇവിടെ വീഡിയോ കണ്ടോണ്ടിരിക്കണം, വാർത്തയോ അങ്ങനെ എന്തോ. നമ്മൾ ചിക്കൻ ഇവിടെ ഓവനിലായി വരുന്നുണ്ട്. അപ്പം അതാവട്ടെ, ആവുമ്പോ എടുക്കാം. എന്തോ വർക്ക് ചെയ്യിപ്പിച്ച ഒരു ബുക്ക് മൊത്തം ഇവിടെ ഉണ്ട്.
അതിന്റെ ബുക്ക് മൊത്തം വായിച്ചു. പടച്ചോനെ നല്ല മണക്ക് വരുന്നുണ്ടല്ലേ. ആവട്ടെ, വെയിറ്റ് വെയിറ്റ്. കുറച്ച് കഴിഞ്ഞിട്ടേ കുറച്ച് ബട്ടർ തൂവിട്ട് മറച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് സാധനം. അടിപൊളിയായിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ കുറക്കുക അറിയില്ല. അപ്പൊ അതൊക്കെ എടുത്തു. അവിടെ ഇട്ടോ സെറ്റ് എന്നാ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഞാൻ നല്ല ഭംഗിയില് നല്ല ഇതാക്കിട്ട് വെച്ചതൊക്കെ കോളാക്കിയില്ലേ. നല്ല പ്ലേറ്റിംഗ് ആക്കി വെച്ചതാ. വീഡിയോയില് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഉണ്ട് ഉപ്പിടാൻ മറന്നോ? സത്യം അല്ല, നിങ്ങളല്ലേ എന്തെങ്കിലും ഒരു മണ്ടത്തരം നിന്റെ കയ്യിൽ എരിവൊക്കെ ഉണ്ട്, ഉപ്പില്ല. നമ്മളെല്ലാം ഇട്ട് വീഡിയോയിലെല്ലാം കളിച്ചു, അതിൽ ഉപ്പിടാൻ മറന്നുപോയി. എന്റെ ചിക്കൻ ഉപ്പ് കൂടി ഉണ്ടെങ്കിൽ എന്നാ കുറച്ച് ഉപ്പ് അതിന് മേലെ ഇട്ടോ. ഞാടും നീ ഇട്ടോ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. നോക്ക് അങ്ങോട്ട് നോക്ക്. ഭാര്യക്ക് വലിയ പീസ് കൊടുത്തിട്ടിട്ട് ഇട്ട് ഞാൻ കുഞ്ഞു പീസ് എടുത്തു കേട്ടോ. എല്ലാം കണക്കാട്ടാ. അല്ല പറഞ്ഞതാ. എന്തായാലും ഉപ്പിടാത്ത എന്റെ പ്ലേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് നോക്കൂ. ഇതാണ് ഇവിടുത്തെ ലവാഷ്. നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. റൊട്ടി പോലത്തെ സാധനം. റൊട്ടി പോലത്തെ. ഇത് മയോണൈസ്. ഉപ്പിട്ടോ ഇല്ലെങ്കിൽ കൊള്ളൂല. മയോണൈസ് കൂട്ടി അടിക്കാം. മയോണൈസിൽ ഉപ്പുണ്ട്. ഇരുന്ന് കഴിക്കുക. അതിനടുത്ത കമന്റ് വരും, ഇരുന്ന് കഴിക്കൂ. നമ്മ അൽഫാം ഉണ്ടാക്കിയില്ലേ, ഉപ്പില്ലാത്ത അൽഫാം. അടിപൊളി ടേസ്റ്റ്, പക്ഷെ ഉപ്പില്ല.